ഹലോ മൈ ഡിയേഴ്സ്, എൻ്റെ മട്ടുപ്പാവ് കൃഷി കാണാമോ? സിറ്റിയല്ലേ, സ്ഥലം കുറവാണ്. താഴെ ചാക്കിൽ വച്ച് മുകളിലേക്ക് പടർത്തിയിരിക്കുന്നത് കാച്ചിലും പാഷൻ ഫ്രൂട്ടും. രണ്ടും 75 നിറവുള്ള എൻ്റെ അമ്മ നട്ടതാണ്. ഇവിടെ ഇപ്പോൾ ചീര വിപ്ലവമാണ്. അടുക്കള കമ്പോസ്റ്റ് മതി ഇതുപോലെ വളരാൻ. കമ്പോസ്റ്റാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 3-4 ദിവസം അടച്ചു വെച്ച് പഴകിയ വേസ്റ്റ് ഗ്രോ ബാഗിനുള്ളിൽ കുഴിച്ചിട്ടാലും മതി. മുങ്ങ പോലുള്ള കീടങ്ങളെ നനഞ്ഞ തുണി കൊണ്ട് പിടിച്ചു കളയുന്നു. ഇത് എൻ്റെ നായര് പിടിപ്പിച്ച കോവൽ. അമ്മയ്ക്ക് പുന്നാരമോൻ കൊടുത്ത കോവൽ വള്ളിയാണ് ഈ പൂത്ത് കായ്ച്ചു നിൽക്കുന്നത്. കോവയ്ക്ക, മെഴുക്ക്, തോരൻ, തീയൽ എന്നീ രൂപങ്ങളിൽ നമ്മുടെ തീന്മേശയിലെത്തുന്നു. പിഞ്ച് കോവയ്ക്ക സാലഡും സൂപ്പറാണ്. 2-3 ദിവസം പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. പാവം, കഞ്ഞിവെള്ളം കുടിച്ച് കിടക്കുന്ന എൻ്റെ കോവൽ. ഇതുപോലെ പാവയ്ക്കയും കാർപോർച്ചിൽ ഒരുപാടുണ്ടായി. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായ ഒരു ടെക്നിക്കിലൂടെ പാവൽ പൂക്കളെ എല്ലാം കായ്കളാക്കി മാറ്റാം. വീഡിയോ കാണുമല്ലോ. കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കി പൂച്ചെടികൾ. പൂക്കളുണ്ടെങ്കിലല്ലേ തേനീച്ചയും പൂമ്പാറ്റയും വരൂ, നമുക്ക് കായ്കനികൾ കിട്ടൂ. താഴെ 1 അടി വീതിയിൽ ഒരല്പം മണ്ണുണ്ട്. അവിടെയാണ് ഈ കോവൽ വച്ച് പിടിപ്പിച്ച് മുകളിലേക്ക് പടർത്തിയത്. അടുത്ത വിപ്ലവത്തിന് അംഗം കുറിച്ച് പയറ് ചെടികൾ. ഇത് അതിഥി താരം ചെറി പെപ്പർ, സിക്കിമിൽ നിന്നുള്ള വളരെ സ്പെഷ്യലായ മുളക്. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരി ഷീല സമ്മാനിച്ച കർപ്പൂര തുളസി. മഴവെള്ള സംഭരണം ചെടി നടാൻ വാങ്ങിയ പ്ലാസ്റ്റിക് ചട്ടികളിൽ. അടുക്ക് ചെമ്പരത്തി. അയലത്തെ കോഴിക്കൃഷി. അനിയത്തി രാധിക തന്ന കോളിഫ്ലവർ. ഇതിൻ്റെ തണ്ടിൽ വരുന്ന പുതിയ നാമ്പുകൾ മുറിച്ചു നട്ട് പുതിയ ചെടി ഉണ്ടാക്കാം. ചുവന്ന വെണ്ട കാഴ്ചയ്ക്ക് ഭംഗി മാത്രമല്ല, പച്ചയ്ക്ക് കഴിക്കാനും കറി വയ്ക്കാനും നല്ല രുചിയാണ്. ഇവിടെ വള്ളിക്കുടിലിൽ ഒളിച്ചിരിക്കുന്നത് ജീരക കറിവേപ്പില. വേറെ ചട്ടികളിലും ഇതുണ്ട്. ചുവന്ന തണ്ടും നീണ്ട ഇലകളുമുള്ള ഇവൾക്ക് മണവും രുചിയും കൂടുതലാണ്. കറിവേപ്പില ഒടിച്ചെടുത്താൽ പുതിയ കിളിർപ്പുകൾ അവിടുന്ന് വന്നുകൊള്ളും. പുതിന. ഇത് എളുപ്പത്തിൽ പൊടിപ്പിച്ചെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന പുതിനയുടെ തണ്ട് ചരിച്ചു വെട്ടി വെള്ളത്തിലിട്ട് വെച്ചാൽ വേര് വരും. അത് നട്ട് വിഷമില്ലാത്ത പുതിന വീട്ടിൽ സുലഭമാക്കാം. കുറ്റിക്കുരുമുളക്. കുരുമുളകിന് പരാഗണം നടക്കണമെങ്കിൽ മഞ്ഞ് വേണ്ടേ? നമുക്കിവിടുന്ന് മഞ്ഞ്. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതും ധാരാളം തിരിയിടും. ഇത് ഒരു ബോൺസായി സങ്കല്പം. ചെറി ഗൂസ്ബെറി. മധുരവും പുളിപ്പുമുള്ള ഒരിനം നെല്ലി. ഇതാണ് നമ്മുടെ ഐശ്വര്യായി. 15 വർഷത്തോളമായി നിത്യഹരിതയായ ബുഷ് ഓറഞ്ച്. വീട്ടിൽ ഇതൊന്ന് പിടിപ്പിച്ചാൽ നാരങ്ങയ്ക്ക് ക്ഷാമം വരില്ല. നിങ്ങളും ഇതൊന്ന് വാങ്ങി നടണം. വീട്ടിലെ പഴത്തൊലിയും മുട്ടത്തോടും തേയിലക്കൊത്തും ഒരു പാത്രത്തിൽ ശേഖരിച്ച് ഒരാഴ്ച കൂടുമ്പോൾ ഇട്ടാൽ ചെടികൾ നന്നായി പൂക്കും, കായ്ക്കും. നമ്മുടെ ആഹാരമല്ലേ നമ്മുടെ ആരോഗ്യം. അന്യനാട്ടുകാരാണോ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്? നമുക്ക് ആവുന്ന വിധത്തിൽ പച്ചക്കറികളെങ്കിലും കൃഷി ചെയ്യാം. നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അറിവുകളും കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കുമോ?